ഗൈസ്, നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഓട്ടൈറ്റിനിടെ കണ്ടാലോ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് കുറച്ച് ബദാമും കൂടെ കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ മെസ്സിലേക്ക് പോയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പോഹയാണ്. അവിലും കടലയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പോഹ. അങ്ങനെ ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് പോഹ എടുത്ത് പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓംലെറ്റ് എടുത്തുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ക്ലാസ്സിന് പോയിട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ 1 മണിക്കത്തെ ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ നേരെ മെസ്സിലേക്ക് വന്നപ്പോൾ ഇന്ന് മെസ്സിൽ എന്താ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രാജസ്ഥാനി അച്ചാറുണ്ട്, രാജ്മേൻ്റെ കറിയുണ്ട്, തൈരുണ്ട്, ബാസ്മതി റൈസിൻ്റെ ചോറുണ്ട്. അങ്ങനെ ഇത്രയും സാധനം കൂട്ടി ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് ലാവിഷായിട്ട് കഴിച്ചിട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ചേച്ചീനെ നോക്കി ടാറ്റൊക്കെ പറഞ്ഞിട്ടോ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെസ്സിലെത്തി. ഇന്ന് ചായക്ക് നല്ല സ്റ്റഫ്ഡ് കുൽച്ച കേട്ടോ. സാധാരണ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നോർമൽ കുൽച്ച കിട്ടാറുണ്ടെങ്കിലും ഇന്നൊരു വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്. അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടോ. അമ്മയും മക്കളും കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് കൂടുതൽ ശല്യപ്പെടുത്താൻ പോയില്ല. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ ഇന്ന് ഡിന്നർ നല്ല കേർ സാങ്ക്രിയാണ് കേട്ടോ. രാജസ്ഥാനികളൊരു പ്രധാന സാധനമാണ് കേർ സാങ്ക്രി. ഈ പയറൊക്കെ ഉണക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ കേർ സാങ്ക്രി. അതുണ്ട്, പരിപ്പ് കറിയുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ ബാസ്മതി റൈസിൻ്റെ ചോറുണ്ട്. അങ്ങനെ ഞാനൊരു പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് ചോറെടുത്തു, പരിപ്പ് കറി എടുത്തു, കേർ സാങ്ക്രി എടുത്തു, പിന്നെ 3-4 റൊട്ടി എടുത്തിട്ടോ. അപ്പോൾ ഇത്രയും സാധനം കേട്ടോ എൻ്റെ പ്ലേറ്റിലുള്ളത്. കേർ സാങ്ക്രി ഉണ്ട്, നല്ല ഉള്ളിയുണ്ട്, ബാസ്മതി റൈസിൻ്റെ ചോറുണ്ട്, പിന്നെ റൊട്ടിയുണ്ട്, പരിപ്പ് കറിയുണ്ട്. അപ്പോൾ ഇത്രയും സാധനം കൂട്ടി ഞാൻ ഡിന്നർ കഴിച്ചിട്ടോ. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി, അത് വാങ്ങി കഴിച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.